ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ഈ ചെറിയ ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരോട് വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രസവിച്ച സ്ത്രീകൾക്ക് തടി കുറയ്ക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള വഴികളെ കുറിച്ചാണ്, ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചാണ്. അതിനായിട്ട് ആദ്യം തന്നെ പറയുന്നത് ജീരകവെള്ളം. ദഹന പ്രക്രിയ വേഗത്തിലാക്കുന്നു, ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നു. ചെയ്യേണ്ട വിധം: 1 ടീസ്പൂൺ ജീരകം വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ഈ വെള്ളം ദിവസം മുഴുവൻ ഇടയ്ക്കിടെ കുടിക്കുന്നത് വയറിലെ കൊഴുപ്പ് കുറയാൻ സഹായിക്കും. തേനും നാരങ്ങാനീരും ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു, ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്നു. ചെയ്യേണ്ട വിധം: രാവിലെ വെറും വയറ്റിൽ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ പകുതി നാരങ്ങയുടെ നീരും 1 ടീസ്പൂൺ തേനും ചേർത്ത് കുടിക്കുക. ഉലുവവെള്ളം പ്രസവശേഷം വയർ കുറയ്ക്കാനും അതുപോലെ ഹോർമോൺ ബാലൻസ്, മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നു. ചെയ്യേണ്ട വിധം: 1 ടീസ്പൂൺ ഉലുവ രാത്രി വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. രാവിലെ ഈ വെള്ളം തിളപ്പിച്ച് അരിച്ചെടുത്ത് കുടിക്കുക. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളും കൂടി ചെയ്യുക. മുലയൂട്ടുന്നതിനിടെ ദിവസവും ഏകദേശം 400-500 കലോറി വരെ കുറയ്ക്കുന്നു. നടത്തം രാവിലെയോ വൈകിട്ടോ 15 മുതൽ 20 മിനിറ്റ് നടക്കുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ധാരാളം വെള്ളവും കുടിക്കുക. അതുപോലെ ഓട്സ്, മുഴുധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മധുരവും വറുത്തതും ഒഴിവാക്കുക. മതിയായ ഉറക്കം, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. തടി സിമ്പിളായിട്ട് കുറയ്ക്കാവുന്നതേ ഉള്ളൂ. ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തന്നെ വിശ്വസിക്കട്ടെ. തീർച്ചയായിട്ടും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ ഒട്ടും ചെറുതല്ല. ഈ ചെറിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വീണ്ടും ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അത് കമന്റിലൂടെ അറിയിക്കുക. ഇനിയിപ്പോൾ ഒന്നുമില്ല എങ്കിലും കമന്റ് ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായിട്ടും വീണ്ടും കാണാം. Thank you so much.